പറയോ? രാജി ഇല്ലെന്നാണ് സുജയ ഇപ്പോൾ രാജിയില്ല എന്നാണ് ഇപ്പോൾ സജി ചെറിയാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. രാജിവെക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുതുതായി ഒന്നും പറയാനില്ല, രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് സജി ചെറിയാൻ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയേണ്ടതുണ്ട്. ഏതായാലും രാജിയില്ല എന്നുള്ളതാണ്, എന്തിന് രാജിവെക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ തനേഷ്, രാജിവെക്കില്ല എന്ന് സജി ചെറിയാൻ പറയുമ്പോൾ മന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഉയർത്തി നിൽക്കുന്ന പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് പ്രതിരോധം തീർക്കാൻ എന്താണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം? തീരുമാനത്തെ സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. കാരണം 3 പേർ മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്. ആദ്യം പോയത് മുഖ്യമന്ത്രിയാണ്, പിന്നീട് വിജയരാഘവൻ പുറത്തേക്ക് പോയി. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മന്ത്രി സജി ചെറിയാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജിയില്ല, എന്തിന് രാജിവെക്കണം, പറയേണ്ട കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് രാജിയില്ല എന്നുള്ള തീരുമാനമാണോ സംസ്ഥാന സെക്രട്ടറി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഒരുപക്ഷെ ഇത് സജി ചെറിയാൻ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് അതിനുമപ്പുറത്തേക്ക് എന്തെങ്കിലും തീരുമാനമോ വിലയിരുത്തലുകളോ ഉണ്ടോ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എന്നുള്ളത് അല്പസമയത്തിനൊക്കെ തന്നെ അറിയാം. കാരണം മറ്റ് നേതാക്കളൊക്കെ പുറത്തേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും CPIM ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് രാജിവെക്കണം എന്നുള്ളതാണോ വെക്കരുത് എന്നുള്ളതാണോ എന്നുള്ളതിൽ മാത്രമാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അല്പസമയത്തിനൊക്കെ തന്നെ ആ തീരുമാനം നമുക്ക് ലഭ്യമാകും. കാരണം കൂടുതൽ നേതാക്കൾ പുറത്തു വരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയാണ് ആദ്യം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. അല്പസമയത്തിന് ശേഷം വിജയരാഘവൻ CPIM സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷമാണ് ഇപ്പോൾ അല്പം മുൻപ് സജി ചെറിയാൻ പുറത്തേക്ക് വന്നത്. സജി ചെറിയാൻ പറയുന്നത് രാജിവെക്കേണ്ട ആവശ്യം എന്താണ്, രാജിയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കാരണം കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പറയാനുള്ളതൊക്കെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ എടുത്ത നിലപാടിൽ തന്നെ നിൽക്കുകയാണോ CPIM എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് അറിയണമെങ്കിൽ അല്പസമയം കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും CPIM ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ തനേഷ്, അതായത് ഇന്നലെ താൻ പറഞ്ഞ കാര്യം വ്യാഖ്യാനിച്ചതിൽ വന്ന പിഴവ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം താൻ നടത്തിയ പ്രസ്താവന തിരുത്താനോ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായാണ് താൻ സംസാരിച്ചതെന്ന് പറയാനോ തയ്യാറായില്ല. സജി ചെറിയാന്റെ പ്രതികരണം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. ഇന്നലെ വിശദമായി എന്തിനെന്ന് മറുപടി, എന്തിന് രാജിവെക്കണമെന്ന് സജി ചെറിയാൻ ചോദിക്കണമെങ്കിൽ ഈ 1 മണിക്കൂറിലധികം നീണ്ട യോഗത്തിൽ തനേഷ് സജി ചെറിയാന്റെ രാജിയിലേക്ക് നീങ്ങാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം ഉയർന്നു വന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ, സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ കൂടുതൽ നേതാക്കൾ പുറത്തേക്ക് വരണം. കാരണം ഇപ്പോൾ പുറത്തു പോയിട്ടുള്ള 3 പേരിൽ ഒരാൾ മാത്രമാണ് പ്രതികരിച്ചിരിക്കുന്നത്. അത് സജി ചെറിയാനാണ്. അദ്ദേഹം എന്തിന് രാജിവെക്കണമെന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റു നേതാക്കൾ ആരും ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ആ യോഗം തുടരുകയാണോ അതോ എന്തുകൊണ്ടാണ് നേതാക്കൾ ഇത്രയും സമയം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാത്തത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഏതായാലും ആ നേതാക്കൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ചർച്ച നടത്തിയത്, എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്ന വിലയിരുത്തൽ, ഒപ്പം തന്നെ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നുകിൽ ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അത് മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്നതാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇന്നലെ നിയമസഭയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നും തെറ്റായി വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നതിലും അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രാജിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് മന്ത്രി ഇന്നലെ എടുത്ത നിലപാട്. ആ നിലപാട് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും എല്ലാം ഇന്നലെ വിശദീകരിച്ചു എന്ന് പറയുമ്പോൾ ഇനിയൊരു വിശദീകരണം പോലും മന്ത്രി നടത്തില്ല എന്നാണോ? പുറത്തേക്ക് വന്നിട്ടില്ല.
ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സജി ചെറിയാൻ പോകുമായിരിക്കാം. ഒരുപക്ഷെ അല്പസമയത്തിനകം അദ്ദേഹം പ്രതികരിക്കുമായിരിക്കാം. പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. പറയാനുള്ളതൊക്കെ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. സുജയ, ഇവിടെ ഒരു സംശയം നിൽക്കുന്നത്, മുഖ്യമന്ത്രി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുന്നു. തൊട്ടു പിന്നാലെ പി ഗോവിന്ദനാഥൻ നായരുടെ മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എ വിജയരാഘവൻ PB അംഗവും പുറത്തേക്ക് പോയി. അതിനുശേഷം പുറത്തേക്ക് പോകുന്നത് സജി ചെറിയാനാണ്. മറ്റ് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ആ യോഗം തുടരുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് സജി ചെറിയാൻ നേരത്തെ അവിടെ നിന്ന് സജി ചെറിയാന്റെ പ്രതികരണമാണ് നമ്മുടെ മുന്നിലുള്ളത്. തനേഷ്, സജി ചെറിയാൻ പറയുന്നു താൻ രാജിവെക്കുന്നില്ല, ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം സജി ചെറിയാൻ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതല്ല ഇപ്പോൾ തനേഷ് പറഞ്ഞതുപോലെ തന്നെ മറ്റംഗങ്ങൾ അവിടെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ യോഗം പൂർണ്ണമായിട്ടില്ല, തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോപികൃഷ്ണൻ, സജി ചെറിയാന്റെ വാക്കുകളെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. അത് ഞാൻ അതിനുള്ള കാരണമാണ് സൂചിപ്പിച്ചത്. കാരണം ഇപ്പോഴും ആ സംസ്ഥാന സെക്രട്ടറി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം 3 പേർ മാത്രമാണ്. അതിൽ മുഖ്യമന്ത്രി നേരത്തെ പുറത്തോട്ട് പോയി. അതിനുശേഷം LDF കൺവീനർ CPIMന്റെ PB അംഗം എ വിജയരാഘവൻ പുറത്തേക്ക് പോയി. അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ സജി ചെറിയാൻ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. മറ്റ് നേതാക്കൾ 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മറ്റ് മുഴുവൻ നേതാക്കളും ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറി യോഗം നടക്കുന്ന AK സെന്ററിനകത്തുണ്ട്. എന്തുകൊണ്ട് അവർ പുറത്തേക്ക് വരുന്നില്ല? അപ്പോൾ യോഗം അവസാനിച്ചിട്ടില്ലേ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സജി ചെറിയാൻ നേരത്തെ പുറത്തിറങ്ങി എന്ന ചോദ്യവും അവിടെ ഉയർന്നു വരുന്നു. ഏതായാലും അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, രാജിവെക്കേണ്ട ആവശ്യമില്ല, താൻ എന്തിന് രാജിവെക്കണമെന്ന ചോദ്യം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല തനിക്ക് ഒരു ഉദ്ദേശിക്കാത്ത അർത്ഥത്തിൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഉണ്ടായത് ആർക്കെങ്കിലും വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം കാര്യമായി വന്നിരുന്നില്ല. ഏതായാലും ഇപ്പോഴും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പരിഗണിക്കേണ്ടി വരും. കാരണം ഇപ്പോഴും ആരും പുറത്തേക്ക് വരുന്നില്ല. ഇക്കാര്യത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, സജി ചെറിയാൻ ഭരണഘടനയെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന മന്ത്രിയാണ്. ആ മന്ത്രി ഭരണഘടനയെ തള്ളിപ്പറഞ്ഞത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ തിരിച്ചടിയാകും എന്നൊരു നിയമോപദേശം CPIMന് കിട്ടിയതായി അറിയുന്നു. അത് ശരിയാണോ? അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് മേലൊരു സമ്മർദ്ദമില്ലേ? രണ്ടാമത്, ഘടകകക്ഷികൾ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നിശബ്ദമായാണെങ്കിലും അവരുടെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഘടകകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദം, ഈ 2 കാര്യങ്ങളെ കൂടി പരിഗണിച്ചായിരിക്കില്ലേ സജി ചെറിയാന്റെ രാജി ആവശ്യമാണോ വേണ്ടയോ എന്ന കാര്യത്തിൽ CPIM ഒരു നിലപാടെടുക്കുക? ഗോപികൃഷ്ണൻ, വലിയ സമ്മർദ്ദം ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് മേലുണ്ട്, CPIMന് മേലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഘടകകക്ഷികളുടെ സമ്മർദ്ദം എന്നുള്ളത് തന്നെയാണ്. അതിൽ CPI ഇന്നലെ തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഈ പരാമർശം അതീവ ഗുരുതരമാണ്, അത് കോടതിയിലെത്തിയാൽ വലിയ തിരിച്ചടി കിട്ടും എന്നുള്ളതാണ്. മറ്റൊന്ന്, LJD നേതാവ് MP ശ്രേയംസ് കുമാറും ഈ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി സജീവമായി നിൽക്കുന്നു. ഇന്ന് രാവിലെയും നിയമസഭയിൽ ആ പ്രതിഷേധം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ ശൂന്യവേളയും ചോദ്യോത്തരവും ശൂന്യവേളയും ഒക്കെ റദ്ദ് ചെയ്ത് സഭാ നടപടികൾ നേരത്തെ പൂർത്തിയാക്കി പിരിയേണ്ട ഒരു നിർബന്ധിത സാഹചര്യത്തിലേക്ക് നിയമസഭ എത്തുകയുണ്ടായി. അതിന്റെ സമ്മർദ്ദം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിനേക്കാളൊക്കെ പ്രധാനമാണ് മറ്റു 2 കാര്യങ്ങൾ. ഒന്ന്, നിയമപരമായിട്ടുള്ള കാര്യം, മറ്റൊന്ന് ഗവർണറുമായി ബന്ധപ്പെട്ടത്. അതിൽ നിയമപരമായ പ്രശ്നത്തിലാണ് ഇതിനോടകം തന്നെ സജി ചെറിയാനെതിരെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒപ്പം തന്നെ ഗവർണർക്കും ഒക്കെ പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളിൽ നിയമപരമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമ്പോൾ കോടതികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമുണ്ടായാൽ തന്നെ അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ പൊതുവിൽ CPIMനുണ്ട്. അതുകൊണ്ടുകൂടി തന്നെയാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ സർക്കാർ AGയുമായി ബന്ധപ്പെടുന്നത്, AGയോട് നിയമോപദേശം തേടുന്നത്. അപ്പോൾ AG അത്ര അനുകൂലമായി അല്ല പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണമില്ല. എങ്കിൽ പോലും അത് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഒരു നിഗമനത്തിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം
തീരുമാനമുണ്ടാവുക. മറ്റൊന്ന് ഗവർണറുടെ സമ്മർദ്ദമാണ്. ഗവർണർ ഇന്നലെ ഈ പന്ത് വളരെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ തീരുമാനം കണ്ടതിന് ശേഷം താൻ പ്രതികരിക്കാം എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി എന്ത് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് എന്ത് എന്ന കൃത്യമായ സന്ദേശം ഗവർണർ നൽകുകയാണ്. അപ്പോൾ ആ സമ്മർദ്ദത്തെ എങ്ങനെ സർക്കാർ അതിജീവിക്കും? ഇങ്ങനെ പല ഘടകങ്ങൾ സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് വ്യക്തമാണ് തനേഷ്, വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് ഇപ്പോൾ പാർട്ടിയും സർക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും CPI തന്നെ ഈ വിഷയത്തിൽ ഒരു മൃദു സമീപനത്തിന് ഉള്ള സാഹചര്യമല്ല ഉള്ളത് എന്നുള്ള ഒരു വിലയിരുത്തലുമായി നിൽക്കുമ്പോൾ, മന്ത്രിയുടെ രാജിക്കായി പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ എന്താണ് ഇനി മുന്നിലുള്ള വഴി? ബി ദിലീപ് കുമാർ 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കൂടി ചേരുകയാണ് നമുക്കൊപ്പം. ദിലീപ് കുമാർ, ഈ ഒരു സാഹചര്യത്തെ നിരീക്ഷിക്കുമ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ളതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയും സർക്കാരും എത്തിയിരിക്കുകയല്ലേ? ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നത് പോലെ രാജിവെക്കേണ്ട സാഹചര്യം എന്ത് എന്ന് നിസ്സാരമായി പറഞ്ഞൊഴിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെയാണോ പാർട്ടിയും സർക്കാരും അഭിമുഖീകരിക്കുന്നത്? സുജയ, CPIM-നെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അത് സംസ്ഥാന തലത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും CPIM-നെ സംബന്ധിച്ച് വലിയ തോതിൽ എതിർപ്പുകൾ ഉയരുന്ന, ആരോപണങ്ങൾ ഉയരുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ സജി ചെറിയാൻ്റെ ഈ വിവാദ പ്രസംഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഭരണഘടനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന പാർട്ടി പലപ്പോഴും ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ്, അല്ലെങ്കിൽ ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് BJP-യും നരേന്ദ്രമോദി സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണം ഉന്നയിക്കുന്ന CPIM-ന്റെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവും അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിയുമായ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയെ തൊട്ട് സത്യവാചകം ചൊല്ലി അധികാരത്തിലെത്തിയ ഒരു നേതാവിൽ നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് തന്നെ സുപ്രീം കോടതി വിധി വരുന്നു, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി വരുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഭരണഘടനാ അവകാശം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിൽ നിന്നാണ് ഇത്തരത്തിൽ ഭരണഘടനയെ അവഹേളിക്കും വിധമുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ CPIM-ന്റെ കേന്ദ്ര നേതൃത്വമടക്കം ഇക്കാര്യത്തിൽ വളരെ അതൃപ്തിയുണ്ടെന്നാണ് അറിയുന്നത്. രാവിലെ നമ്മുടെ ഡൽഹിയിലെ ദിലീപ്, ഇക്കാര്യത്തിൽ ഇപ്പോൾ VN വാസവൻ പുറത്തിറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. മാധ്യമപ്രവർത്തകരുടെ മൈക്കുകൾ തട്ടിമാറ്റിയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. അദ്ദേഹം അതിനോട് പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. യോഗം പൂർണ്ണമായോ എന്ന കാര്യം വ്യക്തമല്ല. ഇപ്പോൾ VN വാസവനും പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ദിലീപ്, ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം, CPIM-ന്റെ കേന്ദ്ര നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദിലീപ് പറഞ്ഞതുപോലെ തന്നെ CPIM-ന്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ ഒരു സമീപനം ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറ്റ ഒരു മന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. ഇത് പക്ഷേ അതേസമയം തന്നെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാടല്ലേ കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത്. എന്തായിരിക്കും CPIM-ന്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തെ ഏത് നിലയ്ക്കായിരിക്കും പരിഗണിക്കുക? എന്തൊക്കെയാണ് സാധ്യതകൾ? സജി ചെറിയാന്റെ രാജി അനിവാര്യമായ ഒരു ഘട്ടം എത്തിയിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, CPIM-ന്റെ ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് മുന്നിൽ, കേരള ഘടകത്തിന് മുന്നിൽ പലപ്പോഴും ദുർബലമായി പോകുന്ന അവസ്ഥയുണ്ട് എന്ന് പലപ്പോഴും വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. ആ വിമർശനത്തെ ഒരുപക്ഷെ സാധൂകരിക്കും വിധം തന്നെയാണ്. അതായത് കേന്ദ്ര നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് എന്തെന്ന് അറിയട്ടെ, അതിനുശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്ന നിലയിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുന്നു. രാവിലെ CPIM-ന്റെ PB അംഗവും മുൻ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ടിൻ്റെ വാക്കുകൾ തന്നെ അതാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ എന്തു നിലപാടെടുക്കുന്നു എന്നറിയട്ടെ, അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്, അതിനുശേഷം ഞങ്ങളൊരു നിലപാടെടുക്കാം എന്ന നിലയിലേക്ക് CPIM-ന്റെ കേന്ദ്ര നേതൃത്വം ഇത്രത്തോളം. തെരുവിൽ പ്രതിഷേധം കത്തിപ്പടരുകയാണ് ദിലീപ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെങ്ങന്നൂരിൽ നിന്നുള്ള കാഴ്ചകളാണ്. അവിടെ പ്രതിഷേധം നടക്കുകയാണ്. അതായത് തെരുവിൽ, സഭയ്ക്കുള്ളിൽ, പുറത്ത് എല്ലായിടത്തും പ്രതിഷേധം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം ഇങ്ങനെ ശ്രമിക്കുമ്പോൾ കേവലം ഒരു വിശദീകരണം കൊണ്ട് കാര്യങ്ങൾ കെട്ടടക്കാൻ കഴിയുമോ പാർട്ടിക്കും സർക്കാരിനും? സുജയ, നേരത്തെ തന്നെ നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും പല വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് പല മന്ത്രിമാർക്കെതിരെയും. ആ വിവാദം ഉയർന്നു വന്നപ്പോഴുള്ള ഘട്ടങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ മന്ത്രിമാർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്ന നിലപാടായിരുന്നു അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആ CPIM-ന്റെ സംസ്ഥാന ഘടകത്തിന്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ് 5 മാസത്തിനകം തന്നെ EP ജയരാജന് സ്ഥാനമൊഴിയേണ്ടി വന്ന വിവാദം അറിയാം, ബന്ധുനിയമന വിവാദം. ആ ബന്ധുനിയമന വിവാദം ഉയർന്നു വന്ന തുടക്കത്തിൽ അത്തരത്തിലൊരു നിലപാടായിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് പ്രക്ഷോഭം ശക്തിപ്പെട്ടു. തുടർന്ന് EP ജയരാജന് സ്ഥാനമൊഴിയേണ്ടി വന്നു. അത്തരം കാര്യങ്ങളുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1.5 വർഷത്തിനകം 3 മന്ത്രിമാർക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നു. പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഗൗരവതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അദ്ദേഹം പരസ്യമായി തന്നെ നടത്തിയ അദ്ദേഹം സത്യവാചകം ചൊല്ലി അധികാരത്തിലെത്തിയ ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അതിനെ
വിമർശിക്കുന്നതിൽ കുറ്റമില്ല എന്ന് നേരത്തെ തന്നെ പലപ്പോഴും സതുദ്ദേശത്തോടു കൂടിയുള്ള വിമർശനമാകാം. പക്ഷേ ഈ പ്രസംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ സതുദ്ദേശത്തോടെയുള്ള വിമർശനമായിരുന്നില്ല, മറിച്ച് അവഹേളനമായിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനകം തന്നെ വന്നിരിക്കുന്നത്. അതിലെ ചില ഭാഷകളൊക്കെ, അതിനുപയോഗിച്ചിട്ടുള്ള ഭാഷകൾ, അത് പിന്നീട് ഓണാട്ടുകരയിലെ ഒരു സംസാര രീതിയാണെന്നൊക്കെ പറഞ്ഞ് മന്ത്രി സജി ചെറിയാൻ. നമുക്ക് വരാം ദിലീപ്. എനിക്കൊന്ന് AKG സെന്ററിൽ നിന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തനേഷ് തമ്പിയിൽ നിന്നാണ് നമുക്കിനി വിവരങ്ങൾ അറിയേണ്ടത്. തനേഷ്, ഇപ്പോൾ നേതാക്കൾ VN വാസവൻ പുറത്തേക്കിറങ്ങി, K രാധാകൃഷ്ണൻ പുറത്തേക്കിറങ്ങി, ആരും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതായി കാണാൻ കഴിയുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായോ? എന്താണ് തീരുമാനം? തനേഷ്, എന്താണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർത്തിയായോ? തീരുമാനം അറിയാൻ കഴിഞ്ഞോ? ഷഫീദ് റാവുത്തറുമുണ്ട് AKG സെന്ററിന് മുന്നിൽ. ഷഫീദ്, മന്ത്രിമാർ, നേതാക്കളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ ആരും കാര്യമായി പ്രതികരിച്ചു കാണുന്നില്ല. വലിയൊരു ചർച്ച തന്നെ ഇതിനുള്ളിൽ, 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു ചർച്ച തന്നെ AKG സെന്ററിനുള്ളിൽ സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ നടന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് തനേഷ്? സുജയ, ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നില്ല. ഇപ്പോൾ നേതാക്കളെല്ലാം പുറത്തേക്ക് ഇറങ്ങി. കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ അവരോടൊക്കെ നമ്മൾ ചോദിച്ചു, ആരും തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ പ്രതികരണം ഉണ്ടായേക്കും. ഏതായാലും സജി ചെറിയാൻ പറഞ്ഞ വാക്കുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മുന്നിലുള്ളത്. എന്തിന് രാജിവെക്കണമെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. പക്ഷേ അത് എന്ത് തീരുമാനമാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയ ഓരോ നേതാക്കൾക്ക് മുന്നിലും പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അവരൊക്കെ നോ കമന്റ്സ് എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ നേതാക്കൾ പുറത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ വാർത്താക്കുറിപ്പിലൂടെ ഈ ഒരു കാര്യത്തിലുള്ള തീരുമാനം CPIM അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ ആകാംക്ഷ ഇപ്പോൾ AK സെന്ററിന് മുന്നിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ തീരുമാനങ്ങൾ അത് എന്താണെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി യോഗം എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ അത് കഴിഞ്ഞ ദിവസത്തിൽ എടുത്തതുപോലെ തന്നെ മന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ രാജി ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതിലെന്ത് തീരുമാനമാണ് എന്നുള്ളതാണ് ഇപ്പോഴും ഒരു ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് ആയുധം കൊടുക്കുന്ന സമീപനം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ CPIM-ന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇടതു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണമാണെങ്കിലും ഏറ്റവും ഒടുവിൽ AK സെന്റർ ആക്രമണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിഷയം പക്ഷേ അത്രത്തോളം ലളിതമല്ല എന്നുള്ളതാണ് CPIM-നെ കുഴയ്ക്കുന്നത്. കാരണം ഇതിൽ കൃത്യമായ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. മാത്രമല്ല, അത് ഭരണഘടനയുടെ അസ്തിത്വത്തെ അല്ലെങ്കിൽ അതിന്റെ അന്തസ്സത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടുക്കും ഉണ്ടാകുന്നു. അത് നിയമസഭയിലടക്കം അലയടിക്കുന്നു. പക്ഷേ അപ്പോഴും നിയമപരമായിട്ടുള്ള വഴികൾ, അതാണ് സംസ്ഥാന സർക്കാരിനെയും CPIM-നെയും ഒക്കെ ഏറ്റവും അധികം വിഷമത്തിലാക്കുന്നത്. അത്തരത്തിൽ കോടതിയിൽ നിന്ന് ഒരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അതിന് മുതിരണമോ അല്ലെങ്കിൽ അതുവരെ പോകണമോ എന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ AKG സെന്ററിന് മുന്നിൽ നിന്ന് തനേഷ് തമ്പി വിവരങ്ങൾ ശേഖരിക്കുക. കാരണം ഇപ്പോഴും തീരുമാനം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലെ തീരുമാനം സംബന്ധിച്ച അവ്യക്തത തുടരുന്നു. സജി ചെറിയാന്റെ മാത്രം പ്രതികരണമാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് താൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇന്നലെ പറഞ്ഞതിൽ നിന്ന് കൂടുതലായി ഒന്നും പറയാനില്ല എന്നാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ചെങ്ങന്നൂരിലെ BJP പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കണ്ടു. പലയിടങ്ങളിലും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. സജി ചെറിയാന്റെ രാജി ആവശ്യത്തിന്മേൽ സമ്മർദ്ദമേറുകയാണ് CPM-ന് മേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഷഫീദ് റാവുത്തറുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രതിപക്ഷം രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചെങ്ങന്നൂരിലൊക്കെ പ്രതിഷേധ പ്രകടനം, മന്ത്രിയുടെ രാജി ഇല്ല എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. LDF ഘടകകക്ഷികളും മന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാത്തപ്പോൾ രാജി വേണ്ട, കേസ് വന്നില്ലല്ലോ എന്നുള്ള ഒരേ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ പാർട്ടിക്ക്? ആ ഒരു തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നത്?
സുജയ, CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അത് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കുന്നത്. മാത്രമല്ല, നേരത്തെ തനേഷ് തമ്പി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തെ അതിജീവിക്കുക CPM നേതൃത്വത്തെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യവുമായിരിക്കില്ല. കാരണം CP അടക്കമുള്ള ഘടകകക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം അത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPI ഇന്നലെ ഇക്കാര്യത്തിൽ പറഞ്ഞത് നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പക്ഷേ തിരിച്ചടി നേരിടേണ്ടി വരാം, അല്ലെങ്കിൽ സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടി നേരിടേണ്ടി വരാം എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം പോലും CPIയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായി. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ വളരെ ഗൗരവമായി തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന യോഗത്തിന്റെ അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചു. പ്രത്യേകിച്ച് ഈ വിഷയം കഴിഞ്ഞ ദിവസം ഈ മന്ത്രിയുടെ കാര്യത്തിലെ നിയമസഭയ്ക്കുള്ളിലെ ഖേദപ്രകടനം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് ഇതില്ലാതാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ശേഷമാണ് മുഖ്യമന്ത്രിയും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും AKG സെന്ററിൽ നിന്ന് മടങ്ങിയത്. അതിനുശേഷം പുറത്തേക്ക് വന്ന മന്ത്രിമാർ, അതിൽ VN വാസവനാണെങ്കിലും K രാധാകൃഷ്ണനാണെങ്കിലും ഇക്കാര്യത്തിൽ ചോദിക്കുന്നതിന് അവരുടെ മറുപടി പറഞ്ഞില്ല. നേതൃത്വം ഇക്കാര്യത്തിൽ വിശദമായ കാര്യങ്ങൾ പറയും എന്നുള്ളതാണ് അക്കാര്യത്തിൽ മന്ത്രിമാർ അടക്കം വ്യക്തമാക്കിയത്. സജി ചെറിയാനാണ് ഈ യോഗത്തിൽ ശേഷം ആദ്യം പുറത്തേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ വ്യക്തമാക്കിയില്ല എന്നും സജി ചെറിയാൻ മാധ്യമങ്ങളോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ സാഹചര്യത്തിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നതിൽ ഒന്നെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന അവരുടെ പ്രതിഷേധ പരിപാടികൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറ്റ മന്ത്രിക്ക് എങ്ങനെ തുടരാൻ കഴിയുമെന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടാകുമോ എന്ന ആശങ്ക CPM-നെ സംബന്ധിച്ചിട്ടുണ്ട്. AG-യിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിയമോപദേശവും ആ നിലയ്ക്ക് ഗൗരവമുള്ളതാണെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ കോടതിയിൽ എത്തിയതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. പത്തനംതിട്ടയിൽ തീർച്ചയായും മന്ത്രി സജി ചെറിയാനെതിരെ തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി വന്നിരിക്കുന്നത്. ദേശാഭിമാനം വ്രണപ്പെടുത്തിയതിന് കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി സ്വദേശിയായ അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ ഹർജി മറ്റന്നാൾ പരിഗണിക്കും. വിവരങ്ങളുമായി ശ്യാംകുമാർ നമുക്കൊപ്പം. ശ്യാംകുമാർ, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചോദ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ബൈജു നോയൽ നൽകിയ ഹർജിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും സജി ചെറിയാനെതിരുള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർജി നൽകിയിരിക്കുന്നത് ബൈജു നോയൽ എന്ന കൊച്ചി സ്വദേശിയായ അഭിഭാഷകനാണ്. ദേശാഭിമാനം വ്രണപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. ഭരണഘടനാ ചുമതല വഹിക്കുന്ന ഒരു വ്യക്തി ഭരണഘടനയെ മനഃപൂർവ്വം അവഹേളിക്കാൻ ശ്രമിച്ചു, ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ കോടതി നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഹർജിയിലെ ആവശ്യം. ഈ ആവശ്യമാണ് ഇന്ന് അദ്ദേഹം നേരിട്ട് തിരുവല്ല കോടതിയിലെത്തി സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം തിരുവല്ല DYSPക്ക് അടക്കം പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ തുടർ നടപടി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഇന്ന് കോടതിയിൽ പരാതി എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ 4 പരാതികൾ തിരുവല്ല DYSPയുടെ മുൻപാകെയുണ്ട്. പക്ഷേ ആ പരാതികളിലൊന്നും നടപടി സ്വീകരിക്കാൻ തുടങ്ങിയിട്ടില്ല. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം വന്നിരിക്കുന്നു. തൽക്കാലം രാജിവെക്കേണ്ട ആവശ്യമില്ല. സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനം വന്നിരിക്കുന്നു. കോടതി ഈ വിഷയം പരിഗണിക്കും വരെ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന് പ്രാഥമികമായി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. AKG സെന്റർ മുന്നിൽ നിന്നും അതിന്റെ വിവരങ്ങൾ തനേഷ് തമ്പിയും ഷഫീദ് റാവുത്തറും നൽകും. ആദ്യം ഷഫീദിലേക്ക്. ഷഫീദ്, കോടതി ഈ ഹർജികൾ പരിഗണിക്കുന്നത് വരെ അല്ലെങ്കിൽ കോടതിയിൽ നിന്നൊരു തീരുമാനം വരുന്നത് വരെ സജി ചെറിയാന്റെ രാജി ചോദിച്ചു വാങ്ങേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയാണോ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്ത തൽക്കാലം സജി ചെറിയാൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്, രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കോടതി പരിഗണിക്കും വരെ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ തീരുമാനമായി എടുത്തിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധവും നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ അത് പിന്നീട് പരിഗണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്. നാക്കുപിഴ എന്നുള്ള സജി ചെറിയാന്റെ വിശദീകരണം അത് സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിക്കുകയാണോ ദിലീപ് കുമാർ? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ സജി ചെറിയാൻ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പക്ഷേ CPM-നെ സംബന്ധിച്ച്
ഈ പ്രതിഷേധങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കേണ്ടതില്ല, സജി ചെറിയാൻ തൽക്കാലം രാജിവെക്കേണ്ടതില്ല, കോടതി ഇക്കാര്യം പരിഗണിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും CPM ഈ പ്രതിഷേധത്തിനോ അല്ലെങ്കിൽ സജി ചെറിയാൻ നടത്തിയ പ്രസംഗം കേവലം നാക്കുപിഴ എന്ന നിലയിൽ സജി ചെറിയാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിശദീകരിച്ചു. ആ വിശദീകരണത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. പക്ഷേ കേവലം നാക്കുപിഴയല്ല എന്ന കാര്യം ഈ പ്രസംഗം കേട്ടാൽ CPMന്റെ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ആ യോഗത്തിൽ 100ന്റെ നിറവിൽ 100ാം പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി ഞായറാഴ്ച ദിവസം സംഘടിപ്പിച്ചത്. ആ പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ അത് കേവലമായൊരു നാക്കുപിഴയല്ല. പലതവണ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജി ചെറിയാൻ ഈ വിമർശനം ആവർത്തിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ സജി ചെറിയാൻ്റെ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഏതായാലും നടപടി വേണ്ട, സജി ചെറിയാൻ്റെ രാജി വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇത് തന്നെയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി ഭരണഘടനയെ വിമർശിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന ഘടകം എടുത്തിരിക്കുന്നു. കോടതിയിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകുന്നതുവരെ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്ത് പ്രതിഷേധം കനക്കുകയാണ്. എന്താണ് സജി ചെറിയാൻ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നൽകിയിട്ടുള്ള വിശദീകരണം എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇനി നമുക്ക് പോകണം. കഴിഞ്ഞ ദിവസം നിയമസഭയിലും മുഖ്യമന്ത്രി നേരിട്ടും സജി ചെറിയാൻ വിശദീകരണം നൽകിയിരുന്നു. താൻ ഭരണകൂടത്തെയാണ് വിമർശിച്ചത്, അല്ലാതെ ഭരണഘടനയല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണത്തിന്റെ രത്നച്ചുരുക്കം. MA ബേബി പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞത് സജി ചെറിയാൻ ഒരു നാക്കുപിഴ സംഭവിച്ചു എന്ന് മാത്രമാണ്. ഏതായാലും CPMന്റെ ദേശീയ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം സംസ്ഥാന ഘടകത്തിൽ ഈ അന്തിമമായ തീരുമാനം ഉണ്ടാകട്ടെ എന്നതാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം സജി ചെറിയാൻ തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്നാണ്. നമ്മളോടൊപ്പം തനേഷ് തമ്പിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. തനേഷ്, മന്ത്രി സജി ചെറിയാന്റെ രാജി വേണ്ട ഇപ്പോൾ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അതായത് ഉടൻ രാജി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ? സുജയ, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കൃത്യം. കാരണം ഈ കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ, പ്രത്യേകിച്ച് കോടതി നടപടികൾ ഉൾപ്പെടെ വരികയാണെങ്കിൽ അതുകൂടി പരിഗണിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് തൽക്കാലം രാജിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു വിവരം, രാജി തൽക്കാലമില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജി ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് നേതാക്കൾ നൽകുന്ന മറുപടി അങ്ങനെ പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം രാജിയില്ല. ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകുന്ന പരിണാമങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നേതാക്കൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ തൽക്കാലം രാജിയില്ല. ഏതായാലും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകിയെത്തിയ സജി ചെറിയാൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകി. തനിക്ക് ഒരു നാക്കുപിഴ പറ്റിയതാണ് എന്ന നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിന്നത്. മാത്രമല്ല ഇക്കാര്യത്തിൽ താൻ നിയമസഭയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് വിമർശിക്കാൻ ശ്രമിച്ചത് ഭരണകൂടത്തെയാണ്, പക്ഷേ വിമർശിച്ച് വന്നപ്പോൾ അത് ഭരണഘടനയായി പോയി എന്നുള്ളതാണ് ഒരു വിമർശനമായി ഇപ്പോൾ മന്ത്രി P രാജീവ് പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം അവിടെ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കേബിള് പൊട്ടിപ്പോ. നിയമമന്ത്രി P രാജീവ് ഒരക്ഷരം പോലും അദ്ദേഹം ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ മന്ത്രിമാർ ആരും തന്നെ പ്രതികരിച്ചില്ല. നേരത്തെ VN വാസവൻ പുറത്തിറങ്ങി അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ നിയമമന്ത്രി P രാജീവ് പുറത്തിറങ്ങി അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞിറങ്ങിയ അംഗങ്ങൾ ആരും തന്നെ ഇപ്പോൾ സജി ചെറിയാന്റെ രാജി വിഷയത്തിൽ പ്രതികരിച്ച് കാണുന്നില്ല. തനേഷ്, ഒരു പ്രതികരണവും നിയമമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. AG നൽകിയിരിക്കുന്ന നിയമോപദേശം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരുപക്ഷെ അത് പ്രതിസന്ധി ഉണ്ടാക്കും എന്നതാണല്ലോ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു വ്യക്തമായ തീരുമാനമാകാതെ പിരിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ആശയക്കുഴപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിനും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ സജി ചെറിയാന്റെ വിശദീകരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് എത്തിയിരിക്കണം. ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സമയമായിട്ടില്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കണം. കാരണം ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക്, അതായത് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്ക്, ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമ്മർദ്ദം, ഗവർണർ എടുക്കാൻ പോകുന്ന നിലപാട്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി. ധൃതി ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുത്തിരിക്കുന്ന നിലപാട്
എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമപ്രവർത്തകരുമായി ഉണ്ടായിട്ടില്ല. അത് അല്പസമയത്തൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഒന്നോ രണ്ടോ വാക്കുകൾക്കപ്പുറത്തേക്ക് സംസാരിക്കുന്നില്ല. അതിൽ സംസാരിച്ചത് ഒന്ന് സജി ചെറിയാൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് രാജിവെക്കേണ്ട ആവശ്യം എന്താണ് എന്നുള്ളതാണ്. മാത്രമല്ല, താൻ പറയാനുള്ളതൊക്കെ തലേദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് നേതാക്കൾ ആരും തന്നെ മിക്കവാറും നേതാക്കളെല്ലാം തന്നെ നോ കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് പോവുകയായിരുന്നു. ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആ നിലയിൽ നോക്കുമ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാകില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ, ഈ ചർച്ചയുടെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് സ്വാഭാവികമായും ഈ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള ഒരു വിശദീകരണം എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ആ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകുമ്പോഴാണ് എന്തായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ ഒരു ആകെ തുക, എന്തായിരുന്നു അവിടെ ഉയർന്ന ചർച്ചകളുടെ ഒരു മൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ എന്ത് തീരുമാനത്തിലേക്കായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോവുക എന്നത് സംബന്ധിച്ച് ഉള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുക, ഏതായാലും സജി ചെറിയാൻ ഒരു അല്പസമയം നീട്ടി നൽകിയിരിക്കുന്നു. തൽക്കാലത്തേക്ക് രാജി വേണ്ട, തുടർ ചലനങ്ങൾ, ഈ വിഷയവുമായി വിവാദവുമായി ബന്ധപ്പെട്ട തുടർ ചലനങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഓക്കെ തനേഷ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ വ്യക്തതയോടെ പോകേണ്ടിയിരിക്കുന്നു. ദിലീപ് കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ രാജി വേണ്ട, അതിന്റെ അർത്ഥം രാജിവെക്കേണ്ട എന്നല്ലേ ഇപ്പോൾ വരുന്ന ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം കോടതിയിലേക്ക് വിഷയം വരുന്നു. കോടതി എടുക്കാൻ പോകുന്ന തീരുമാനത്തിൽ സർക്കാരിനും പാർട്ടിക്കും ഒരു തിരിച്ചടിയാണെങ്കിൽ രാജി വേണ്ടെന്ന് ഇപ്പോഴേ അറുത്തുമുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ്, ഇതിൽ CPIMനെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമാണ്. അതായത് ദേശീയ തലത്തിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ള ഭരണഘടനയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയെ അവഹേളിക്കുന്നവർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്ന് പലപ്പോഴും ആ പാർട്ടിയുടെ നേതാക്കൾ അവകാശപ്പെടുമ്പോൾ ആ പാർട്ടിയുടെ തന്നെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിലുള്ള ഒരു വിമർശനം പരസ്യമായി തന്നെ ഉന്നയിക്കുക, അതിന് പിന്നീട് CPIMന്റെ സംസ്ഥാന ഘടകം സംരക്ഷണം നൽകുക തുടങ്ങിയ തരത്തിലുള്ള വിമർശനമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരിക. സ്വാഭാവികമായും ഇതിനകം തന്നെ പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഈ പ്രശ്നത്തിന് തൊട്ടു പിന്നാലെ, അതായത് ഇതൊരു വിവാദമായപ്പോൾ ഞായറാഴ്ചയാണ് ഈ പ്രസംഗം സജി ചെറിയാൻ നടത്തിയത്. പക്ഷേ അന്ന് മാധ്യമങ്ങളിൽ ഇത് വാർത്തകൾ വന്നിരുന്നില്ല. CPIMന്റെ തന്നെ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം വാർത്തയാക്കിയത്. ഈ വാർത്തയായതിന് തൊട്ടടുത്ത ദിവസം ചേരുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക്, ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതി ഇക്കാര്യം പരിഗണിക്കട്ടെ എന്ന കാര്യവും CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പരിഗണിച്ചിരിക്കുന്നു. വൈകിട്ട് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഒരു വലിയ ചർച്ച, കാരണം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്തിരിക്കുന്നു. വലിയ തോതിലുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഘടകകക്ഷികൾ ഇതിനകം തന്നെ ഈ സജി ചെറിയാനോടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശത്തിലുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. CPI സംസ്ഥാന ഘടകം ഇക്കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വിലയിരുത്തിയിരുന്നത്. കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടാൽ വലിയ തോതിൽ സർക്കാർ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്ന നിലയാകും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. അതായത് സജി ചെറിയാനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. തനേഷ് തമ്പിക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. തനേഷ് തമ്പി, ജാഗ്രത കുറവുണ്ടായി എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ ഇടയില്ല. അത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് വരുമ്പോൾ ഒരു പൊതുവേദിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പരാമർശത്തെ അംഗങ്ങൾ എങ്ങനെയാണ് വിമർശിച്ചത്? സുജയ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷമായ വിമർശനമാണ് മന്ത്രി സജി ചെറിയാനെതിരെ ഉയർന്നത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമായിരുന്നു, മിതത്വം പുലർത്തണമായിരുന്നു. എതിരാളികൾക്ക് ആയുധം നൽകുന്ന പണിയാണ് ഇപ്പോൾ സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. അതിനുശേഷമാണ് സജി ചെറിയാൻ തന്റെ ഭാഗം വിശദീകരിച്ചത്. ഏതായാലും വലിയ വിമർശനം സജി ചെറിയാൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ ഒരു പൊതു മൂഡ് എന്ന് പറയുന്നത്. അതിൽ രാജിയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.
വന്നിരിക്കുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ മനസ്സിലാക്കി വിലയിരുത്തിയതിന് ശേഷം മാത്രം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയാൽ മതി, തീരുമാനമെടുത്താൽ മതി, നിലപാടെടുത്താൽ മതി എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിശിതമായ വിമർശനമാണ് മന്ത്രി സജി ചെറിയാനെതിരെ ഉയർന്നത്. ഈ പ്രസംഗിക്കുമ്പോൾ പൊതുയോഗങ്ങളിലെ പ്രസംഗങ്ങളിൽ മിതത്വം പാലിക്കുകയും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വേണം. ഇതിപ്പോൾ എതിരാളികൾക്ക് ആയുധം നൽകുന്ന പണിയായി പോയി. ഇത് ഒരു കാരണവശാലും ഈ ജാഗ്രത കുറവ് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്തതാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു. മുതിർന്ന നേതാക്കളടക്കം ചെറിയാനെ വിമർശിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ നിലപാട് വിശദീകരിച്ചത്. ഭരണകൂടം എന്ന് പറയുന്നതിന് പകരം ഭരണഘടന എന്ന് ഉപയോഗിച്ചു, അതുകൊണ്ടാണ് തനിക്ക് വലിയ പിഴ നൽകേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനം. നാക്കുപിഴ എന്നുള്ള ഗണത്തിലേക്ക് തന്റെ വിവാദ പ്രസംഗത്തെ അദ്ദേഹം ചുരുക്കുകയാണ്. പക്ഷേ അത് പുകവലിക്കെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറായിട്ടില്ല. സജി ചെറിയാന്റെ പരാമർശത്തിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം തന്നെ CPIMന്റെ രാഷ്ട്രീയ നിലപാടിനെതിരായി ഒരു സമീപനം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ പ്രശ്നം CPIMനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു പ്രതിസന്ധിയായി മാറാൻ പോവുകയല്ലേ? കാരണം ഭരണഘടനയെ തള്ളിപ്പറയുന്ന, ഭരണഘടനയുടെ ന്യൂനതകൾ എടുത്തു കാണിക്കുന്ന, ഭരണഘടനയെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുന്ന ഒരു നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെതിരായി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പെരുമാറിയതിനെ എങ്ങനെയാണ് CPIM കാണുന്നത്? സെക്രട്ടേറിയറ്റിലെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത മറ്റംഗങ്ങളുടെ വിമർശനത്തിന് അടിസ്ഥാനം ഇതുകൂടിയല്ലേ? ഗോപീഷ്, നിയമപരമായ സമ്മർദ്ദങ്ങൾ ഒരു ഭാഗത്തുണ്ട്, മറ്റ് ഈ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ സമ്മർദ്ദങ്ങൾ മറുഭാഗത്തുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ CPIMനെ ദേശീയ തലത്തിൽ തന്നെ അലട്ടുന്നത് അവർ എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിന് അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരിക്കുന്ന രാഷ്ട്രീയ ക്യാമ്പയിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി സജി ചെറിയാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ NDA സർക്കാർ ഈ ഭരണഘടനയുടെ അന്തസ്സത്ത നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RSS അതിനുവേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനുകളാണ് ദേശീയ വ്യാപകമായി CPIM അതുപോലെ തന്നെ അതിൻ്റെ പോഷക സംഘടനകളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ദിനമൊക്കെ വലിയ രീതിയിൽ ആചരിക്കുന്ന ഒരു സമീപനമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഇടത്തേക്കാണ് ഇത്തരത്തിലുള്ള ഭരണഘടനയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്താവന സജി ചെറിയാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അത് CPIMനെ ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കും. ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഈ വിഷയം ഗൗരവത്തോടുകൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഒരു വിശദീകരണത്തിന് CPIM നിർബന്ധിതമാകും. ആ ഒരു ഗോപീഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ CPIMന് ഉണ്ടായിട്ടുണ്ട്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ, അവർ ഏറ്റെടുത്തിരിക്കുന്ന പ്രചരണം, ആ പ്രചരണത്തെ തന്നെ റദ്ദാക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഇപ്പോൾ ഈ സജി ചെറിയാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് CPIMനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചത് ഒട്ടും ശരിയായില്ല എന്നുള്ള സമീപനം തന്നെയാണ് പല സെക്രട്ടേറിയറ്റ് അംഗങ്ങളും എടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ അത്രത്തോളം വലിയ വിമർശനങ്ങൾ ഉയർന്നതുകൊണ്ടായിരിക്കണം ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങളൊന്നും പ്രതികരിക്കാതെ നോ കമന്റ്സ് എന്ന് പറഞ്ഞ് ഈ AK സെന്ററിന് മുന്നിൽ നിന്ന് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു കാരണം അതായിരിക്കണം എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും തീരുമാനം ആയിട്ടില്ല. സജി ചെറിയാൻ തൽക്കാലം തുടരും. പക്ഷേ ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന തുടർ ചലനങ്ങൾ പരിഗണിച്ചും പരിശോധിച്ചും മാത്രമായിരിക്കും ഒരു അന്തിമ നിലപാടിലേക്ക് CPIM എത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ബി ദിലീപ് കുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, ഈ CPIMനെ സംബന്ധിച്ച് കടുത്ത പ്രതിരോധത്തിലേക്ക് അവർ നീങ്ങാൻ പോവുകയില്ല. കാരണം CPI അടക്കമുള്ള ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളൊക്കെ തന്നെ അവർ പരസ്യമായി പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അതിരൂക്ഷമായ വിമർശനവും അതൃപ്തിയും ഒക്കെ സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിച്ച നടപടിയിലുണ്ട്. ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികളെ അനുനയിപ്പിക്കുക, അതോടൊപ്പം തന്നെ CPIMന്റെ രാഷ്ട്രീയ നിലപാട് സംരക്ഷിച്ചുകൊണ്ട് അതേസമയം സജി ചെറിയാനെ പിന്തുണയ്ക്കുക, ഇതൊരു വലിയ പ്രതിസന്ധിയല്ലേ CPIM എന്ന പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, CPIMനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് LDFിലെ ഘടകകക്ഷികൾ തന്നെ ഇപ്പോൾ സജി ചെറിയാനെ കൈവിട്ട നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ CPIM ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള കഴിവും ധൈര്യവും ഈ ഘടകകക്ഷികൾക്കുണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിവാദത്തിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ വൈകിട്ട് മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമോ, സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം ഉയരുമോ എന്നതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. സാധാരണഗതിയിൽ ഇടതുമുന്നണി യോഗത്തിലാണ് ഇത്തരം ചർച്ചകളൊക്കെ നടക്കേണ്ടത്. പക്ഷേ ഈ വിവാദം കത്തി നിൽക്കുന്നു, നിയമസഭാ സമ്മേളനം തുടരുന്നു. ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികൾ എന്ത് നിലപാടെടുക്കും? CPI അവരുടെ ഒരു തീരുമാനം പ്രത്യക്ഷമായ കാര്യം പറഞ്ഞില്ലെങ്കിൽ
അല്ലെങ്കിൽ പോലും പരോക്ഷമായി അവർ അക്കാര്യത്തിലാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. സജി ചെറിയാൻ രാജിവെക്കണമെന്ന നിലപാട് CPIക്കുണ്ട്. പക്ഷേ നേതാക്കൾ ഇതുവരെ അതൊരു പാർട്ടി തീരുമാനമെന്ന നിലയിൽ പുറത്തു പറഞ്ഞിട്ടില്ല. മറ്റ് ഘടകകക്ഷികളും പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. CPIഎമ്മിൻ്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് മറ്റ് ഘടകകക്ഷികൾ എന്നാണ് അറിയുന്നത്. ഏതായാലും ഘടകകക്ഷികളെ സംബന്ധിച്ചും ഇപ്പോഴത്തെ ഈ നിലപാട് CPIഎമ്മിൻ്റെ നിലപാട് വളരെ വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എപ്പോഴും ഭരണഘടനയുടെ സംരക്ഷണം, ഭരണഘടനയുടെ വിശ്വാസ്യത ഇതൊക്കെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളൊക്കെ തന്നെ. ആ ഘടകകക്ഷികളെ കൂടി ഇപ്പോൾ ഈ വിവാദം, സജി ചെറിയാന്റെ പ്രസംഗം വിവാദത്തിൽ ആക്കിയിരിക്കുകയാണ്, വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ്. ശരി, ബി ദിലീപ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. CPIM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗത്തിലും രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഈ പ്രസംഗം 2 ദിവസത്തിന് ശേഷമാണ് പുറത്തു വന്നത് എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് വിഭാഗീയത ആണ് ഈ പ്രസംഗം പുറത്തു വരാൻ കാരണമെന്നുള്ള ആരോപണവും ശക്തമാണ്. ചൂടേറിയ വാദപ്രതിവാദങ്ങൾ എല്ലായിടങ്ങളിലും ഈ വിഷയത്തിൽ നടക്കുന്നു.